അപ്പോൾ പഠിച്ചേ ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് പോകണ്ട. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്ത് വേണമെങ്കിലും റോട്ടിൽ കൂടി കഴിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. വേറെ ഒന്നുമില്ല, നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നാണക്കേടല്ലേ ഓരോരോ സാധനങ്ങളൊക്കെ വഴി കൂടിയൊക്കെ കഴിക്കാനായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇന്നും എന്താണെന്ന് പറഞ്ഞുകൂടാ, ഭയങ്കര രസമായിരുന്നു ക്ലൈമറ്റ് കാണാനായിട്ട്. നിങ്ങൾ നോക്കി, ഇതൊക്കെ വെറും വരച്ചു വെച്ചേക്കണ പോലെ ഇരിക്കണം, അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കൂടി കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് മരങ്ങളൊക്കെ എന്ത് രസം നോക്കി കാണാനായിട്ട്, ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാനിന്ന് പോയൊരു ദിവസം ഭയങ്കര രസമായിരുന്നു, കണ്ണിന് ഭയങ്കര കുളിർമേകുന്നതായിരുന്നു. മഞ്ഞൊക്കെ കിടക്കുന്നൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കുളു മണാലി പോയിട്ട് മഞ്ഞൊക്കെ വാരി എറിയണമെന്ന്. ഒട്ടും ഞാൻ വിചാരിച്ചില്ല ഞാൻ ജർമ്മനിൽ വന്നിട്ട് ഇവിടെ സ്നോഫാൾ എക്സ്പീരിയൻസ് ചെയ്യുമെന്നോ ജർമ്മനിൽ ഒന്ന് പഠിക്കുമെന്നൊന്നും. എല്ലാം ഒരു നിമിത്തം. ഈ പുള്ളി എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ കണ്ടാവും പുള്ളി ഇങ്ങനെ ഇടങ്ങാനിട്ട് നോക്കണ്ടേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുമ്മനടി എന്നൊക്കെ പറയും. നല്ല രസമായിരുന്നു എന്തായാലും ഒന്ന് കാണാനായിട്ട്. ദിവസം അടിപൊളിയായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിലെ